സിംബോളിസം, റിയാലിറ്റി, ട്രൂത്ത്. ട്രൂത്തിൽ ഇതൊന്നുമില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. പക്ഷെ റിയാലിറ്റിയിലെല്ലാം ഉണ്ട്. സിംബോളിസത്തിൽ പറയുന്ന കാര്യങ്ങൾ റിയാലിറ്റിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പം ഇല്ല ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വിഡ്ഢിത്തമാവും. പക്ഷേ ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ട്രൂത്തിനെ അനുഭവിക്കുക, സത്യത്തെ അനുഭവിക്കുക എന്നുള്ളതാണ്. സത്യപ്രകാരം ലിംഗം എന്ന പദത്തിന് അർത്ഥം എന്താണ്? പ്രതീകം. ആരുടെ പ്രതീകം? വിശ്വത്തിൻ്റെ പ്രതീകം. വിശ്വം എവിടെ സ്ഥിതി ചെയ്യുന്നു? വിശ്വയോനിയിൽ സ്ഥിതി ചെയ്യുന്നു. വിശ്വയോനി എന്നാൽ വിശ്വമനസ്സ്. അപ്പോൾ ലിംഗം എന്നാൽ ബോധം, വിശ്വബോധം. അതാണ് ശിവതത്വം. ഗുരുക്കന്മാർ എന്ന് നമ്മൾ പറയുമെങ്കിലും ഗുരുക്കന്മാർ ഇല്ല, ഗുരുവേ ഉള്ളൂ. ആ ഗുരു തന്നെ സാക്ഷാത് പരമേശ്വരൻ. ആ പരമേശ്വരൻ പല സ്ഥലത്ത്, പല രൂപത്തിൽ, പല നാമത്തിൽ പ്രത്യക്ഷമാകുന്നു എന്ന് മാത്രം. അതെല്ലായ്പ്പോഴും ഉള്ളതാ. അതിനെപ്പോൾ പ്രകടമാകാനും എപ്പോൾ അപ്രത്യക്ഷമാകാനും സാധിക്കും. അത് യോനിയിലൂടെ പ്രകടമാകുമ്പോൾ എങ്ങനെയാണോ വായു ജലത്തെ സ്വീകരിച്ച് ഒരു കുമിള പോലെ വീർത്ത ആകാരമെടുക്കുന്നത്, ജലത്തിനുള്ളിൽ വായു അതിന് ആകാരം കൊടുക്കുന്ന പോലെ പ്രാണൻ ഈ ശരീരത്തെ ധരിച്ച് അതിലൂടെ ചലിക്കുന്നു. ആ പ്രാണൻ ആദിയിലടങ്ങുമ്പോൾ, ആദിബോധത്തിലടങ്ങുമ്പോൾ പ്രാണനാഥനാവുന്നു, അതായത് ശിവനായിത്തീരുന്നു. അതോരോ ജീവനും അതിൻ്റെ സമ്പൂർണത ആ സത്യബോധത്തിൽ അലിഞ്ഞില്ലാണ്ടാവലാണ്. തിരിഞ്ഞു നടക്കുമ്പോൾ, ആ അതിസ്രോതസ്സിലേക്ക് തിരിഞ്ഞു നടക്കുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് മുക്തനായി പതിയെ പതിയെ പ്രകാശതത്വത്തിലേക്ക് അടുക്കുന്നു. പ്രകാശതത്വം അടുക്കും തോറും ബോധം ബുദ്ധിക്ക് തെളിച്ചമുണ്ടാവുന്നു. ബോധം തെളിഞ്ഞ് ബുദ്ധി തെളിഞ്ഞ് തെളിഞ്ഞ് പതിയെ പതിയെ ബുദ്ധിയും ലയിച്ച് ആ ബോധപ്രകാശത്തിൽ ഇല്ലാണ്ടാവുമ്പോൾ അവിടെ വെളിച്ചവുമില്ല, ഇരുട്ടുമില്ല. സാക്ഷിതത്വം പോലും ലയിച്ചില്ലാണ്ടായി പൂർണ്ണ ബ്രഹ്മസ്വരൂപത്തെ പ്രാപിക്കുന്നു. ഇത് സത്യം.